ഇറാനുമായുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേലിന് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് കാറ്റ്സിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നത്. ഒരു ഇസ്രായേലി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതികരണമുണ്ടായത്. ഖമേനിയെ ഇല്ലാതാക്കാൻ തങ്ങൾ ആഗ്രഹിച്ചു, പക്ഷേ അതിനുള്ള അവസരമുണ്ടായിരുന്നില്ല. തന്നെ വധിക്കാൻ ശ്രമം നടക്കുമെന്ന് ഖമേനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേതാക്കൾക്ക് പകരമായി നിയമിച്ച കമാൻഡർമാരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ആയത്തുള്ള അലി ഖമേനി ഒളിവിൽ പോകുകയായിരുന്നു. ഖമേനിയെ വധിക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലായിരുന്നുവെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാൻ വീണ്ടും ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് പദ്ധതിയെങ്കിൽ അവർക്കെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ട്രംപിൽ നിന്നും പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ടെന്നും ഇറാൻ ആ സാഹസത്തിന് മുതിരില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഇസ്രായേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ-ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് അവകാശപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തി. അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണിതെന്നും യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്നും ഇറാനെതിരെ ഇനിയും ആക്രമണമുണ്ടായാൽ അമേരിക്കയും ഇസ്രായേലും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഖമേനി തന്റെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.